പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന സ്കെയിലപ്പ് കോൺക്ലേവിന്റെ വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 2 ദിവസം കാണുന്ന പരിപാടിയിൽ ഒരുപാട് പല മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേസമയം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് MES മെഡിക്കൽ കോളേജിന്റെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ആയിട്ടുള്ള ഹമീദ് ഫസലാണ്. ഡോക്ടർ ഹമീദ് ഫസൽ, എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു കോൺക്ലേവിനെ? നമ്മുടെ ആദ്യത്തെ ഒരു ഫ്യൂഷൻ ബിസിനസ് ഇവന്റ് ആണല്ലോ, എങ്ങനെയാണ് എത്തരത്തിൽ വീക്ഷിക്കുന്നത്? ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സക്സസ് ആണ്. ബിക്കോസ് പെരിന്തൽമണ്ണ നമ്മുടെ നഗരം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ നഗരം എന്ന് വിളിക്കുന്ന സിറ്റിയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന ഒരു ബിസിനസ് ഹബ്ബാക്കി മാറ്റിയിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഓഫ് കം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നെട്ടിയിരിക്കുകയാണ്. ബിക്കോസ് വി എക്സ്പെക്ട് പേഷ്യൻസ് ടു കം, വി എക്സ്പെക്ട് പെരിന്തൽമണ്ണ എന്ന ഹോസ്പിറ്റൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഒരുപാട് ഇവന്റ്സ് ഇവിടെ നടന്നു പോകാറുണ്ട്. പക്ഷേ ഹാവിങ് ഓൾമോസ്റ്റ് ഒരു കൊച്ചിനിലോ ട്രിവാൻഡ്രത്ത് കാണുന്ന ഒരു ഇമ്പാക്ട്, സഡൻ ഇമ്പാക്ട് ഇൻ പെരിന്തൽമണ്ണ ഇസ് എ ബിഗ് തിങ്. ഐ തിങ്ക് ഇറ്റ് വിൽ ഗോ ലോങ് വേ. അപ്പോൾ ഒരുപാട് യുവ സംരംഭകരാണ് കൂടുതൽ എത്തിയിട്ടുള്ളത്. അവരുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത്? അവർ ഈ ഒരു ബിസിനസ് വളർത്താനുള്ള ഒരു ലക്ഷ്യങ്ങളുമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അവരോടൊക്കെ എന്തൊരു മെസ്സേജാണ് പറയാനുള്ളത്? മെസ്സേജ് എന്ന് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വാട്ട് ഹസ് ഓൾവേസ് ഹാപ്പൻഡ് ഇസ് നമ്മൾ എപ്പോഴും പുറത്ത് ജോലി തേടി പോകുന്ന ഒരു യങ്സ്റ്റേഴ്സ് ആണ്. ഇപ്പം വന്നു കഴിഞ്ഞാൽ പറയും ഐ വോണ്ട് ഗോ ടു ബെൽജിയം, ഐ വോണ്ട് ഗോ കാനഡ. ദ ഇഷ്യൂ ഇസ് ദാറ്റ് ഇഫ് യു ഗോ ടു ദോസ് കൺട്രീസ്, നമ്മൾ ആ കൺട്രീസിൽ പോകുമ്പോൾ നമ്മളൊരു ഫോറിനർ ആണ്, മനസ്സിലായി? ഇഫ് യു ക്യാൻ ബിൽഡ് ദ സെയിം തിങ് ഹിയർ, ഞാൻ എപ്പോഴും പറയും, വുഡ് യു റാദർ വർക്ക് ഫോർ ആമസോൺ or would you own Amazon? You are sending all your money outside. So why would you want to, like, even our prime minister is saying India first now. All countries are now shifting to their bases. Especially if you want to generate jobs, you need to build companies here and grow them here. It's easy. നമ്മുടെ environment, if Najib Kantapur MLAs come out, so politicians are coming forward. അപ്പോൾ അവർക്ക് അറിയാം പഴയ ഓപ്പർച്യൂണിറ്റീസ് അവർ അൺലോക്ക് ചെയ്യുന്നുണ്ട്. ദേ ആർ ഗിവിംഗ് യു, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലംസ് കമ്പനി ഫോർമേഷനിൽ ഡോക്യുമെന്റേഷൻ ആണ്. ദേ ആർ ഗിവിംഗ് യു പ്രോമിസ് ഓഫ് ബിൽഡിംഗ് ഡോക്യുമെന്റ്സ് ഫോർ യു. അപ്പൊ അത് ക്ലിയർ ചെയ്ത് തന്നെ വൈ വുഡ് യു വാണ്ട് ഗോ ഔട്ട് സൈഡ്? കേരള ഇസ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ജീവിച്ചാൽ പോരെ? So it is a big chance for these youngsters to build companies. And for Byju's, we know, forget the situation. So it is possible to build billion-dollar industries. And India is the next big emerging market. So why do we want to surrender that market to outsiders? ഞാൻ ചോദിക്കുന്നത്. താങ്ക് യു. അപ്പൊ ഇത്തരത്തിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുക, നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇത്തരത്തിൽ വലിയൊരു അവസരങ്ങൾ നിങ്ങൾക്കായിട്ട് സ്കെയിലപ്പ് പോലുള്ള ആളുകളാണെങ്കിലും ഒരുപാട് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. വി ജസ്റ്റ് നീഡ് ടു ക്യാച്ച് ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ വിജയകരമാവട്ടെ. ഇത്രയും ഈ 2 ദിവസങ്ങളിലായിട്ട് ഒരുപാട് യുവ സംരംഭകരായിരുന്നു പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയും ഇത് വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ശീതൽ മേനോൻ, പെരിന്തൽമണ്ണ ഓൺലൈൻ.